أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. آمين آمين. بسم الله الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ഇഷാന് പാട്ട് പാടില്ല. ഫാത്തിഹ ഓതുന്ന ആളെ ചിരിപ്പിക്കരുത് കേട്ടോ. അവിടെ ഫാത്തിഹ ഓതുമ്പോൾ ഒരാൾ ചിരിപ്പിക്കുകയാണ്. ഓക്കെ. ഇന്ന് നോമ്പ് നോൽക്കാത്തവരൊക്കെ കൈപ്പൊക്ക്. അതെന്താ റിസ്വാനെ നീ നോമ്പ് നോൽക്കാതിരുന്നത്? നിനക്ക് പനിയാന്നല്ലേ പറഞ്ഞത്, നോമ്പ് പറ്റില്ല എന്ന് നീ പറഞ്ഞില്ലല്ലോ. ആ ഓക്കെ. രോഗികളായ ആളുകൾക്ക് നോമ്പ് നിർബന്ധം അല്ല. പ്രത്യേകിച്ച് കുട്ടികൾക്കും ബുദ്ധിയില്ലാത്തവർക്കും ഒന്നും നോമ്പ് നോൽക്കേണ്ട കാര്യം ഇല്ല. നീ ചിരിക്കുന്നത് ബുദ്ധിയില്ലാത്തെന്ന് പറയുമ്പോ നിനക്ക് ബുദ്ധി ഉണ്ടല്ലോ. സൈന നോമ്പ് പറ്റില്ല? ഇല്ല. നീ ഇത് ഒരു നോമ്പും നോറ്റില്ല? നിനക്ക് എത്ര വയസ്സായി? 10. ഓക്കെ. അലി ഫോണ് തിരിച്ചു വെക്ക്. അലി ഫോണ് തിരിച്ചിട്ട് വെക്ക്. ഇതുവരെയുള്ള മുഴുവൻ നോമ്പും നോറ്റ് കഴിഞ്ഞ ആരെങ്കിലും ഉണ്ടോ? കംപ്ലീറ്റ് ആയിവ എല്ലാം നോറ്റു. ആഷിഫ് അലി, റിസ്വാൻ, മൻഹ, ജൗഹർ. അറുവ നോറ്റിട്ടില്ല. ഹംദാൻ, അലി, ഷഹസാദ്, ജാസിൽ. ഓക്കെ. സേറ എത്ര എണ്ണ വിട്ടു ഇഷാനെ? എത്ര എണ്ണ ഒഴിവാക്കിയത്? 6 ഒഴിവാക്കിയോ? എന്താ എനിക്ക് അസുഖം വന്നത്? പനി വന്നില്ല, പനി വന്നതുകൊണ്ട്. ഓക്കെ. അസുഖമായത് കൊണ്ട് ഒഴിവാക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഓക്കെ. തറാവീഹ് ഇതുവരെയുള്ള എല്ലാം നിസ്കരിച്ച ആരെങ്കിലും ഉണ്ടോ? എല്ലാം നിസ്കരിച്ചവര്. അപ്പൊ നീ പനി വന്നൊന്നും പോയി നിസ്കരിക്കോ? അത് നിസ്കരിക്കാൻ പള്ളിയിൽ പോയാ പോരാ. തറാവീഹ് നിസ്കരിക്കാൻ പള്ളിയിൽ പോയവരുണ്ടോ എന്നല്ല ചോദിച്ചത്. എല്ലാ നിസ്കാരവും ഇത്രയടക്കം നിസ്കരിച്ചിട്ടുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോയിട്ട് ബാക്കിലിരുന്ന് ഫസ്റ്റ് റക്അത്തിൽ കൂടും, പിന്നെ ബാക്കിൽ പോയിട്ട് ഓടിക്കളിക്കുക. സാലിഫ്, സൽമാന് എല്ലാ തറാവീഹും കംപ്ലീറ്റ് ഇതുവരെയുള്ള കംപ്ലീറ്റ്. അപ്പൊ നിനക്ക് ടയർഡ് ആവില്ലേ ഇങ്ങനെ ടയർഡ്? കഴിഞ്ഞ നോമ്പ് എനിക്ക് ടയർഡായിരുന്നു, കാലുവേദനയൊക്കെ എടുത്ത്. ഇത്തവണ അത്രക്കൊന്നും ഫീൽ ചെയ്തില്ല. ഓക്കെ, ഗുഡ്. അവിടെ പിന്നെ അവിടുത്തെ പള്ളികൾ ഇങ്ങനെയാണ്, നല്ല നല്ല പള്ളിയാണ് അല്ലെ? നമ്മുടെ നാട്ടിലെ പള്ളികളൊക്കെ കുറെ മെച്ചപ്പെട്ടു പോയി. നല്ല എയർ കണ്ടീഷൻഡ്, നല്ല മാറ്റ്, നല്ല നല്ല എക്കോ സ്പീക്കറിൽ നല്ല റെസിറ്റേഷൻ കേട്ടാൽ നമ്മൾ ഇങ്ങനെ അതിൽ ലയിച്ചു പോകുന്ന നല്ല റെസിറ്റേഷൻ ഒക്കെ ഉള്ള പള്ളികളാണ് GCC കൺട്രീസിലൊക്കെ ഉള്ളത്. നാട്ടിലും അങ്ങനെയുള്ള പള്ളികളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഹംദാന് കംപ്ലീറ്റാ? കംപ്ലീറ്റ്. പക്ഷെ 8 റക്അത്ത് നിസ്കരിക്കലുള്ളൂ, പിന്നെ വിത്തറും. വിത്തറ് പിന്നെ എവിടുന്ന നിസ്കരിക്കല്? വിത്തറ് പള്ളി തന്നെ. പള്ളി തന്നെ വിത്തറ് നിസ്കരിക്കും. ഓക്കെ. ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞ നിസ്കാരമുണ്ട്. അതാണ് ശരിക്കും ഏറ്റവും പ്രയോറിറ്റി ഉള്ള, ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരം. ഖിയാമുൽ ലൈൽ, രാത്രി നിസ്കാരം. പറഞ്ഞിരുന്നു, ഇഫ്താറിന് സഹൂറിന് നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ എണീറ്റിട്ട് പിന്നെ ആ സമയത്ത് നിങ്ങൾ ഫുഡ് കഴിക്കുന്നതിന്റെ മുമ്പ് 2 റക്അത്ത് നിസ്കരിച്ചാൽ അത് വളരെ ബെനിഫിറ്റബിൾ ആണ് എന്നാണ് പറഞ്ഞത്. ഓക്കെ. ഈ റമദാനില് കളവ് പറയാത്തവരൊക്കെ കൈവക്ക്. ഇപ്പൊ കൈവക്കുന്ന ഒരു കളവായിട്ട് മാറുമോ? കളവ് പറഞ്ഞില്ല. ഓക്കെ, ഗുഡ്. ഹാൻഡ്സ് ഡൗൺ. കളവ് പറഞ്ഞവര് കൈവക്ക്.
എന്തിനാ പറഞ്ഞെന്ന് പറഞ്ഞേ ജൗഹർ? ആ, ഇത് വേറെ രസം എന്താ അറിയോ? നിങ്ങൾ കളവ് പറഞ്ഞില്ല എന്ന് കൈ പൊക്കി അപ്പൊ നിങ്ങളുടെ നോമ്പ് മുറിഞ്ഞി. മനസ്സിലായില്ലേ? നിങ്ങൾ ഫുഡ് കഴിക്കാതെ ഇപ്പൊ നാട്ടിലെ സമയം 5:36 ഇനി കുറച്ച് സമയമുള്ളൂ നോമ്പ് തുറക്കാൻ. ഇത്രയും നേരം പട്ടിണി കിടന്ന് പോയി. നുണ പറയുന്നതോടുകൂടി ബും, അത് കഴിഞ്ഞ് അള്ളാന്റെ കണക്കിൽ ആ നോമ്പ് എന്തായി? നഷ്ടപ്പെട്ടു, മിസ്. ഓക്കെ. ഇനി ഇവിടെ കളവ് പറഞ്ഞെന്ന് സമ്മതിച്ചവരുടെ നോമ്പ് പോവില്ല. കാരണം അവര് മോശമാണ് ചെയ്തത്, ബട്ട് അവര് സത്യം പറഞ്ഞല്ലോ. അതിന്റെ പേരിൽ അവർക്ക് ഇപ്പൊ നോമ്പ് കാലത്ത് ഒരു പുണ്യം കിട്ടി. ഇപ്പൊ ജൗഹറിന് അള്ളാഹ് ഒരു കൂലി കൊടുത്തു വെറുതെ. എന്തിന്? സത്യം പറഞ്ഞതിന്റെ പേരില്. അതിനും കൂലി ഉണ്ട് അല്ലേ? ഓക്കെ. എന്തിനാ കളവ് പറഞ്ഞത് ജൗഹറെ? ആ, ഞാന് ഖുറാൻ ക്ലാസ്സിൽ ഇരിക്കുമ്പോ ഞാന് വേറെ ഒന്ന് നോക്കി. യൂട്യൂബ് നോക്കിയിരുന്നു അല്ലേ? ആ, അപ്പോ ആരാ പിടിച്ചത്? ജിയ ആയിരിക്കും. സിസ്റ്റർ ജിയ അപ്പൊ ജി ജിയനോട് കളവ് പറഞ്ഞു. ഞാനതൊന്നല്ല നോക്കിയെന്ന് കളവ് പറഞ്ഞു അല്ലേ? ആ ഓക്കെ. പക്ഷെ അങ്ങനെ കളവ് പറയുമ്പോ നമ്മൾ തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് പറയുക. ഇപ്പൊ ഇത് പറഞ്ഞാൽ പാരന്റ്സ് അറിഞ്ഞാൽ ചീത്ത കേൾക്കും എന്നാണ് നമ്മളിപ്പോ വിചാരിക്കുക. പക്ഷെ ഒരു ഹദീസ് ഉണ്ട്, അത് പറഞ്ഞിട്ട് നമുക്ക് കളവിന്റെ ടോപ്പിക് പിന്നെ കണ്ടിന്യൂ ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു ആള് വന്നിട്ട് ചോദിച്ചു, മുസ്ലിങ്ങളുടെ ക്വാളിറ്റിനെ പറ്റിയാണ് ചോദിക്കുന്നത്. മുസ്ലിങ്ങള് വാക്ക് തെറ്റിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു. വാക്ക് തെറ്റിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? വാക്ക് തെറ്റിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? സേറ പറ. ഒരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞാല് പിന്നെ ഒരു കാര്യം നാളെ ചെയ്തു വരാം, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ടൂറിന് വേണ്ടി പോകാൻ വേണ്ടിട്ട് ഉപ്പാനോട് ക്യാഷ് ചോദിച്ചു, ഇപ്പൊ തരാന്ന് പറഞ്ഞു, പിന്നെ ഉപ്പ വാക്ക് മാറ്റി. അല്ലെ? നിങ്ങക്ക് തരാന്ന് വാക്ക് പറഞ്ഞതല്ലേ, നിങ്ങൾ എന്താ തരാത്തത് ഉപ്പ, പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് പിന്നാലെ പിന്നെയും കൂടും. അപ്പൊ അവിടെ എന്താ സംഭവിക്കണത്? വാക്ക് പറഞ്ഞിട്ട് പിന്നെ വാക്ക് മാറ്റാൻ പാടില്ല അല്ലെ? ഇസ്ലാമിൽ ശരിക്ക് ഒരു മുസ്ലിം അങ്ങനെ വാക്ക് മാറ്റാൻ പാടില്ല ശരിക്ക്. ഓക്കെ. അങ്ങനെ വാക്ക് മാറ്റുന്ന ആളുകൾ നല്ല മനുഷ്യന്മാരല്ല. എന്നാൽ നമുക്ക് എല്ലാ വാക്കും പറഞ്ഞ പോലെ നടത്താൻ പറ്റുമോ? പറഞ്ഞ പോലെ നടത്താൻ പറ്റുമോ? പറഞ്ഞ പോലെ നടത്താൻ പറ്റിക്കൊള്ളുന്നില്ല. മനുഷ്യരാണ്, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. പറഞ്ഞതുപോലെ വിചാരിച്ച പോലെ എല്ലാം സാധിച്ചെന്ന് വരില്ല. ഓക്കെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. പിന്നെ ഒരാൾ ചോദിച്ചു, ഞാനൊരു പാവാണ്, എന്നെ കുറെ ആൾക്കാർ പറ്റിക്കും, അതുകൊണ്ട് ഞാനൊരു മുസ്ലിം അല്ലേ? ഒരു മുസ്ലിം അങ്ങനെ ആളുകളിൽ നിന്ന് പറ്റിക്കപ്പെടാൻ പാടുണ്ടോ? നിങ്ങൾ ആരെയും പറ്റിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? ആഷിഫ് അലീനെ ആരാ പറ്റിച്ചത്? ഒരു 10-20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ തരാന്ന് പറഞ്ഞ് പറ്റിച്ചോണ്ടിരിക്കും, തരത്തതുമില്ല. ഒരു 10 രൂപ വാങ്ങി പിന്നെ തരാന്ന് പറഞ്ഞു, പിന്നെ തരുന്നേ ഇല്ല. സൽമാൻ ആരാ? ഞാനാണെങ്കിൽ സാലിഫിനടുത്ത് എന്താ സാലിഫ് തന്നെ പറ്റിച്ചോ? കളിച്ചോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ അവൻ പറയും അല്ല, ഞാൻ അവനെ പറ്റിച്ച്. അവൻ പറഞ്ഞ് എനിക്ക് കില്ല് തരാൻ. അപ്പൊ ഞാൻ അവന്റെ ഫ്രണ്ടിൽ നിന്നേ. അപ്പൊ ആ എനിക്ക് അവനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി. പക്ഷെ ഞാൻ അവനെ അങ്ങ് പറഞ്ഞു പറ്റിച്ചു അല്ലേ? ഓക്കെ. ഓക്കെ. പിന്നെ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഞങ്ങൾ രണ്ടാളും കളിക്കാണ്. അപ്പൊ എനിക്കൊരു ചലഞ്ച് തന്നു. ഓനോട് എന്നിട്ട് പറഞ്ഞേ, ഞാൻ ഈ പാർക്കോർ 5 മിനിറ്റിൽ കംപ്ലീറ്റ് ചെയ്യണം, എനിക്ക് 50 റോബക്സ് തരുന്നെന്ന് പറഞ്ഞു. അപ്പൊ അവള് ഞാൻ തരാറുന്നു. എന്നിട്ട് അപ്പൊ എന്നിട്ട് ഓൻ പാർക്കോർ ഓൻ കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ ഓൻ പറഞ്ഞ് 50 റോബക്സ് ആന്ന് പറഞ്ഞു. അപ്പൊ ഓനക്ക് ഇതുവരെ റോബക്സ് തന്നിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മളെ പറ്റിക്കും. എന്താണ് സാറേ, ഫസ്റ്റ് ആയിട്ട് ഞാനില്ല മൈൻക്രാഫ്റ്റ് കളിക്കുമ്പോ എന്റെ ഫ്രണ്ട് വന്നിട്ട് എന്നോട് പറഞ്ഞ്, നീ വാ, നിനക്കൊരു കാര്യം കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഞാനില്ല, അവൻ പറഞ്ഞ പോലെ നിന്നിട്ടില്ല. അവൻ എന്റെ സൈഡിലൊക്കെ ഫുൾ ബ്ലോക്ക് വെച്ചിട്ട് ഫുൾ TNT വെച്ചിട്ട് എന്നെ ഫുൾ പൊട്ടിച്ചിട്ട് എന്റെ അടുത്തുള്ള സാധനങ്ങളൊക്കെ പോയി. അപ്പോ ഇതിൽ 2 കാര്യമുണ്ട്. ഒന്ന്, നമ്മളെ പറ്റിക്കുന്ന ലോകമാണിത്. ഓക്കെ. ഈ ലോകത്ത് എല്ലാവരെയും വിശ്വസിക്കാൻ പറ്റില്ല, ശരിയല്ലേ? എല്ലാവരും വിശ്വസിക്കാൻ പറ്റില്ല. ഒരു പരിധി വരെ ഒരാളെയും വിശ്വസിക്കാൻ പാടില്ല. അങ്ങനത്തെ കാര്യത്തിൽ പോയിട്ട് തല വെച്ച് കൊടുക്കരുത്. ഒരുപാട് കുറെയൊക്കെ കൊണ്ട് പഠിക്കും അല്ലെ? കണ്ടറിയാത്തവർ കൊണ്ട് പഠിക്കും.
എന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ ആ സ്വഹാബിയുടെ ചോദ്യത്തിന് മറുപടി ആയിട്ട് പറഞ്ഞു, ചിലപ്പോൾ നമ്മളെ ആളുകൾ പറ്റിക്കപ്പെട്ടേക്കാം എന്ന് പറഞ്ഞു. പിന്നെ ഈ മനുഷ്യൻ, ഈ സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഒരാൾ കളവ് പറയുമോ, ഒരു മുസ്ലിം കളവ് പറയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഹദീസിന്റെ റിവായത്ത് പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചാരി ഇരിക്കായിരുന്നു, ചുമരിലോ മറ്റോ മരത്തിലോ ഒക്കെ. അവിടുന്ന് ഇങ്ങനെ നേരെ നിന്നിട്ട് ഉറക്കെ പറഞ്ഞു, ഇല്ല കാദിബ്. 3 പ്രാവശ്യം നബി സല്ലല്ലാഹു കളവ് പറയില്ല, കളവ് ഒരിക്കലും പറയില്ല. അതെന്തുകൊണ്ടാണ്? പറ്റിക്കപ്പെടുമെന്ന് പറഞ്ഞ, മറ്റുള്ളവരാൽ പറ്റിക്കപ്പെടുന്നു പറഞ്ഞ വാക്ക് തെറ്റിക്കാൻ, ചിലപ്പോൾ നമ്മളൊക്കെ വാക്ക് പറഞ്ഞതുപോലെ തെറ്റിക്കാനും വാക്ക് തെറ്റിക്കൂല, പക്ഷെ തെറ്റിച്ചു പോകാൻ സാധ്യത ഉണ്ട് എന്നൊക്കെ പറഞ്ഞ, അതൊക്കെ ആണെങ്കിലും കളവിന്റെ കാര്യത്തിൽ ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് പറയാൻ കാരണം എന്താന്ന് ഈ കൂട്ടത്തിലുള്ള ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ കളവ് പറയുന്ന കാര്യത്തിൽ ഇത്രയും സ്ട്രിക്റ്റ് ആയതല്ല, അതിന്റെ റീസൺ എന്താണ്? എല്ലാവരും ഇൻവോൾവ് ചെയ്യണം കേട്ടോ ക്ലാസ്സിൽ. അപ്പോ ഞാൻ ഒരു കളവ് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ എന്തെങ്കിലും പറയുമ്പോ ഞാൻ പിന്നെ ഒരു കളവ് പറയും. അങ്ങനെ പറഞ്ഞ വലിയ വലിയ കാര്യമായിട്ട് വരും. കളവിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ കാര്യം, കളവ് പറയുന്ന ആളിന് കൺട്രോൾ ചെയ്യാവുന്നേ ഉള്ളൂ കളവ് പറയാതിരിക്കുക എന്നുള്ളത്. വേറെ ആരുടെയും കയ്യിലല്ല. നമുക്ക് കളവ് പറയാന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നതാണ്. ഓക്കെ, അതുകൊണ്ട് കളവ് പറയാൻ പാടില്ല. നോമ്പുകാരനായിരിക്കെ കളവ് പറഞ്ഞാൽ നോമ്പ് പോയി. നോമ്പുകാരനായിരിക്കെ ചൂടായാൽ നോമ്പ് പോയി. സെൽഫ് കൺട്രോളാണ് ഏറ്റവും പ്രധാനം. ഫുഡ് കഴിക്കുന്നതിനേക്കാൾ പ്രധാനം. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ നോമ്പ് പുരിയും നിങ്ങൾ പറയുന്നെങ്കിൽ, ഒരു വാക്ക് ചൂടായാൽ പോയി അല്ലേ? അതുകൊണ്ട് അത്രയേറെ ശ്രദ്ധിച്ചിട്ട് വേണം നോമ്പ് നോൽക്കാൻ. ഫുട്ബോൾ കാണുന്നവരൊക്കെ കൈപൊക്ക്. ഫുട്ബോൾ കണ്ടവരൊക്കെ കൈപൊക്ക്. ഫുട്ബോൾ എന്ന കളി കണ്ടവര്. ഓക്കെ, ഫുട്ബോളില് ഹാഫ് ടൈം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അതെന്താന്ന് അറിയുന്ന ഒരു കൈപൊക്ക്. ഹാഫ് ടൈം, ഫുട്ബോൾ ഹാഫ് ടൈം എന്താന്ന് ആർക്കും അറിയില്ല. പുതിയ ആളുകൾ വരട്ടെ. റിദ്വാൻ, തിരെ മിണ്ടാത്തവർ മിണ്ടാട്ടെ. റിദ്വാന് പറഞ്ഞ എന്താടാ ഹാഫ് ടൈം എന്ന് പറഞ്ഞാല്? അതൊരു റെസ്റ്റ് ആണ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള കളിയല്ലേ. ക്രിക്കറ്റ് പോലെ അല്ലല്ലോ. ക്രിക്കറ്റിലാവുമ്പോ ഓരോരുത്തർ കുറ്റിയടിച്ച പോലെ നിന്നാൽ മതി, അധികം ഒന്നും ഓടാനൊന്നുമില്ല. ഫുട്ബോളില് 22 നമ്പർ ഉണ്ടെങ്കിൽ, 22 പേര് ഒരു ടീമിൽ, 2 ടീമിലായിട്ടുണ്ടെങ്കിൽ ഗോൾ കീപ്പർ അടക്കം ഫുൾ ടൈം അല്ലേ, 90 മിനിറ്റ് ആണെങ്കിൽ അതിന്റെ ഫുൾ ടൈം ഓടിക്കൊണ്ടേയിരിക്കണം. ഒരു സെക്കൻഡ് കണ്ണ് തെറ്റിയാൽ പോയി അല്ലെ. ലാസ്റ്റ് 10 സെക്കൻഡിലൊക്കെ ആയിരിക്കും ഗോൾ ഇടുക. അതുകൊണ്ട് ഫുള്ളി അലേർട്ട് ആയിരിക്കണം. അതാണ് ഫുട്ബോളും ക്രിക്കറ്റും തമ്മിലുള്ള വ്യത്യാസം. ക്രിക്കറ്റിൽ പിന്നെ അങ്ങനെ അവിടെ ഇങ്ങനെ നിന്നാൽ മതി അല്ലെ, അത്ര വലിയ ഇൻവോൾവ്മെന്റ് ഒന്നും വരുന്നില്ല. ഫുട്ബോളിന്റെ അത്ര എന്തായാലും വരുന്നില്ല. പക്ഷെ ഫുട്ബോളിന്റെ ഫസ്റ്റ് ഹാഫ് ടൈമില് ഓപ്പോസിറ്റ് ടീം ഒരു ഗോൾ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടീം എന്തായിരിക്കും വേഗം ഡിസ്കസ് ചെയ്യുക ഹാഫ് ടൈമിൽ? ആരാ പറയാ? ഈ റെസ്റ്റ് മാത്രമല്ല കേട്ടോ, റെസ്റ്റിന്റെ കൂടെ ടീം പ്ലാനിങ് കൂടെ നടക്കും. നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പെട്ടെന്ന് കോച്ചും മാനേജറും ഒക്കെ വന്ന് പ്ലെയേഴ്സ് ഒക്കെ കൂടിയിരുന്ന് അത് ഇതൊക്കെ ഇങ്ങനെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കാണുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? ഫുട്ബോളൊക്കെ ശ്രദ്ധിക്കുന്നവർക്ക് ഇതൊക്കെ മനസ്സിലാവും. അല്ലാതെ വെറുതെ ഫുട്ബോൾ കളിച്ച് വെറുതെ കളിയായി നടക്കുന്നവർക്കൊന്നും മനസ്സിലാവില്ല. ഫസ്റ്റ് ഹാഫിൽ ഓപ്പോസിറ്റ് ടീം ഒരു ഗോൾ ഇട്ടിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫിലുള്ള ഫസ്റ്റ് ഹാഫിൽ എന്തായിരിക്കും ഡിസ്കസ് ചെയ്യുക? എന്തായിരിക്കും ഡിസ്കസ് ചെയ്യുക? നിങ്ങളോട് പറയാൻ നിങ്ങളുടെ മനസ്സിൽ വന്നില്ലേ? ഫസ്റ്റ് ഹാഫിലുള്ള ആള് 2 ഗോൾ ഇട്ടിട്ടെങ്കിൽ ഇവരെന്തായിരിക്കും ഡിസ്കസ് ചെയ്യുക? അവര് 2 ഇട്ടിട്ടുണ്ട്, നമ്മൾ നന്നായി ശ്രദ്ധിച്ച് കളിക്കണം, അവിടെ വീക്കാണ്, കീപ്പറിന്റെ സൈഡ് നന്നായി ശ്രദ്ധിക്കണം, ഡിഫൻസ് നോക്കണം. ഭയങ്കരമായ പ്ലാനിങ് ഉണ്ടാവും. ഒരു ഫസ്റ്റ് ഹാഫിന്റെ ഒരു അസസ്മെന്റ് ആണ് ശരിക്ക് സെക്കൻഡ് ഹാഫിനെ പറ്റിയുള്ള അസസ്മെന്റ് ഫസ്റ്റ് ഹാഫിൽ നടത്തും. നോമ്പ് പകുതിയായില്ലേ? ഫസ്റ്റ് ഹാഫ് ആയില്ലേ? ഇനി സെക്കൻഡ് ഹാഫ് അല്ലേ ഉള്ളൂ. കേരളത്തിലുള്ളവർക്ക് മിക്കവാറും ഞാൻ പ്രിജഡൈസ് ചെയ്യാം കേട്ടോ, ലൊന്നാണ്, എനിക്ക് ഉറപ്പില്ല, ഒരു നോമ്പ് കിട്ടലുണ്ടാവില്ല ലാസ്റ്റ്.
എല്ലായിടത്തും പെരുന്നാളാവും എന്തായാലും. സൗദിയിലും ഖത്തറിലും UAE-ലും എല്ലാ GCC കൺട്രീസിലും ഒക്കെ പെരുന്നാളാവണ അന്നായിരിക്കും മിക്കവാറും രണ്ട് കാര്യങ്ങൾ സംഭവിക്കും ഈ പെരുന്നാൾക്ക്. ഒന്നെങ്കിൽ ഒരു നോമ്പിന് മുമ്പ് കേരളത്തിലത്തെ ഖാദിമാർ എല്ലാവരും കൂടെ ഡിക്ലെയർ ചെയ്യും, ആ പെരുന്നാളാണ് എല്ലാവരും കൂടെ ഒരുമിച്ചാന്ന് പറഞ്ഞിട്ട് ഒരു നോമ്പ് കട്ട് ചെയ്തിട്ട് നോമ്പ് അല്ലെ പെരുന്നാൾ ആഘോഷിക്കുക. അല്ലെങ്കിൽ GCC കൺട്രീസിലുള്ള മൊത്തം എല്ലാവരും നോമ്പ് വിൽക്കുന്ന അല്ല പെരുന്നാൾ ആഘോഷിക്കണം അന്ന് നമ്മളിങ്ങനെ നോമ്പ് നോറ്റിട്ട് TV-യിലും സോഷ്യൽ മീഡിയയിലൊക്കെ അവിടെ തക്ബീർ ചെല്ലുന്നത് നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കേണ്ട ഒരു അവസ്ഥ വരും. ഇത് രണ്ടാലൊന്ന് സംഭവിക്കും. ഓക്കെ, പക്ഷെ അതൊക്കെ ആണെങ്കിലും അതിനുള്ള ഈ കുറച്ച് ദിവസങ്ങളാണ് ഇനി നമുക്ക് റമദാനിലുള്ളത്. അപ്പൊ ഇനി അങ്ങോട്ടുള്ള റമദാനിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു ജസ്റ്റ് ഒരു പ്ലാനിങ് ചെയ്തിട്ട് നമുക്ക് ഇന്ന് ഫാത്തിഹ കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഈ റമദാന്റെ മുമ്പ്, റമദാൻ ഫിനിഷ് ചെയ്യുന്നതിന്റെ മുമ്പ് നമുക്ക് ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റും? ആദ്യം ഫസ്റ്റ് ഹാഫിനെ പറ്റി ജസ്റ്റ് ഒന്ന്, ഫസ്റ്റ് ഹാഫ് ടൈം ഇല്ല, ഈ കഴിഞ്ഞ 2 വീക്സ് റമദാനിലെ പറ്റി ചെറുതായിട്ടൊരു അസസ്മെന്റ് ചെയ്യാൻ പോവാണ്. കംപ്ലീറ്റ് നോമ്പ് ഒറ്റവർ എത്ര പേരാണ്? മാഷാ അല്ലാ, ഇത്രയും പേര് കംപ്ലീറ്റ് നോമ്പ് നോറ്റിട്ടുണ്ട്. ഇനി കംപ്ലീറ്റ് പിന്നെ തറാവീഹ് നിസ്കരിച്ചവര്, ഓക്കെ, തറാവീഹിന് പുറമെയുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ നിസ്കരിച്ചവര്, റവാത്തിബ് സുന്നത്തുകൾ 10 റക്അത്തുണ്ട്, അത് നിസ്കരിച്ചവര്, ഓക്കെ. ഈ നോമ്പിന് എന്തെങ്കിലും സ്വതക്ക ചെയ്തത്, ഫിനാൻഷ്യലി സ്വതക്ക ചെയ്തവര് 1 രൂപയെങ്കിലും, ഓ ഇഷാന് സൽമാന്, പക്ഷെ അത് പറയണ്ട, നമ്മൾ പറഞ്ഞാൽ സ്വതക്കയുടെ നല്ലതല്ല, സ്വതക്ക ചെയ്ത് നമ്മൾ പറയണ്ട, പക്ഷെ കാണിക്കാൻ ചെയ്തു എന്ന് പറയാം. ഇനി ഈ റമദാനിൽ നിങ്ങൾ എന്തെങ്കിലും സർവീസ് ചെയ്തിട്ടുണ്ടോ? സേവനങ്ങൾ എന്തെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്ക് വേണ്ടിയല്ലാതെ നിങ്ങളുടെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടോ നൈബേഴ്സിന് വേണ്ടിയിട്ടോ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടോ എന്തെങ്കിലും സേവനം സർവീസ് ചെയ്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ആരാ ഉള്ളത്? എന്താ ചെയ്തത്? ഞാൻ അവനക്ക് 30 ഉറുപ്പ്യ എടുത്തു. അല്ല, അത് സ്വതക്കയല്ലേ, സ്വതക്ക ക്യാഷ് കൊടുത്തു എന്നുള്ളതാണ്. അതല്ലാതെ സർവീസ് ആയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? വേറുള്ള ആർക്കെങ്കിലും ഒരു ഉപകാരം? സൽമാന്? താഴത്തിന് എന്റെ ഉമ്മക്ക് വെള്ളം കൊടുക്കാറുണ്ട്. വീട്ടിലുള്ള സർവീസുകൾ അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ അതേ പറ്റുള്ളൂ, പുറത്തൊന്നും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ല. വീട്ടിലുള്ളവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഇതൊക്കെയാണ് കഴിഞ്ഞ റമദാനിൽ. ഇനി സ്പെഷ്യലായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? കഴിഞ്ഞ റമദാനിലെ ഇത്രയും ദിവസത്തിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായിട്ടുണ്ടോ നിങ്ങളുടെ ലൈഫിൽ? എന്ത് ചേഞ്ച് അന്താണ്? സാറേ, കഴിഞ്ഞ റമദാനിൽ എനിക്ക് തീരെ കട്ടം തീർക്കാൻ പോലും പറ്റിയിട്ടില്ല. ഖുറാനില്ല, തീരെ ഓതാൻ പറ്റിയിരുന്നില്ല. പക്ഷെ ഈ റമദാനിലേക്ക് നല്ലപോലെ ഈശ ഓതാൻ പറ്റി. മാഷാ അല്ലാ, അതൊരു ചേഞ്ച് ആണ് അല്ലെ? പിന്നെ സൽമാന്? എനിക്ക് കഴിഞ്ഞ നോമ്പിനാണെങ്കിൽ ഭയങ്കര ഈസിലി ആയിട്ട് അറിയാതെ അങ്ങ് വെള്ളം കുടിക്കുമായിരുന്നു. പക്ഷെ ഈ നോമ്പിന് അങ്ങനെ പറ്റിയൊന്നുമില്ല. ഈ നോമ്പിന് കുറച്ച് ബുദ്ധിയൊക്കെ ഡെവലപ്പായി അല്ലെ? കൺട്രോൾ വന്ന്, സെൽഫ് കൺട്രോൾ. വെള്ളം കാണുമ്പോൾ എടുത്ത് കുടിക്കുക. അത് നാച്ചുറലി നമ്മൾ മറന്നു പോകും. ഫസ്റ്റ് ഡേ നോമ്പിനൊക്കെ അത് സംഭവിച്ചു പോലുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട് കുറെ മുമ്പ് ഒരു ദിവസം ഫസ്റ്റ് ഡേ നോമ്പിന് ക്ലാസ്സിൽ ജഗ്ഗിൽ കൊണ്ടുവച്ചു, വെള്ളം എടുത്തു, കുടിച്ചു, ഫുൾ ഗ്ലാസ് കുടിച്ചു, അവിടെ വെച്ച് കഴിഞ്ഞ് കുറെ കഴിഞ്ഞ് ആലോചിച്ച് ഫോണിലൊക്കെ ഇങ്ങനെ നോക്കുമ്പോ ഇങ്ങനെ നോമ്പിലായിരുന്നോ അല്ലെ? പിന്നെയാണ് ആലോചിക്കുന്നത്, അത്രയും ടൈം കഴിഞ്ഞിട്ടാണ് ആലോചിക്കുന്നത്. ഒരു ഫുൾ ഗ്ലാസ് വെള്ളം, പക്ഷെ ആ നോമ്പ് എടുക്കാം, നമുക്ക് അങ്ങനെ എടുക്കാം. അതറിയാതെ ആണെങ്കിൽ കേട്ടോ, ഇങ്ങനെ മനസ്സിൽ വിചാരിക്കരുത് ഇപ്പൊ നോമ്പല്ല, എൻ്റെ ഓർമ്മയില്ല, ഞാൻ നോമ്പ് അറിയാതെ കുടിക്കുകയാണ്, അങ്ങനൊന്നും വിചാരിക്കാൻ പാടില്ല. നമ്മൾ അറിയാതെ സംഭവിച്ചു പോയെങ്കിൽ അത് ഇറ്റ്സ് ഓക്കെ, അത് പ്രശ്നമല്ല. ഓക്കെ, പക്ഷെ അങ്ങനെ കുടിക്കരുത്. കുടിക്കാതിരിക്കാണല്ലോ നമ്മള്. ഇഷാന്? കഴിഞ്ഞ നോമ്പിന് തീരെ ലക്ക് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ നോമ്പിന് നല്ല ലക്ക് ഉണ്ട്. ലക്ക് എന്ന് പറഞ്ഞാല് ഭാഗ്യം. അതല്ല, എന്ത് ഭാഗ്യം? കഴിഞ്ഞ നോമ്പിന് ഞാന് കൊയങ്ങി അങ്ങനെ അത് അങ്ങനെ. ഓക്കെ, വളരെ ടയേർഡ് ആയിരുന്നു. ഈ പ്രാവശ്യം അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. നന്നായിട്ട് നോമ്പ് എടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ള. ഓക്കെ, അതൊക്കെ ഞാൻ കഴിഞ്ഞ റമദാന്റെ മാത്രമല്ല, ഇത്രയും റമദാനിലെ ഡേയ്സില് സാലിഫ് എന്തെങ്ങനെ ഒരാളുണ്ട് അവിടെ?
സൽമാൻ ഇൻവോൾവ് ചെയ്യുന്ന പോലെ സാലിഫും ഇൻവോൾവ് ചെയ്യും കേട്ടോ. മീറ്റിംഗിൽ വെറുതെ ഇങ്ങനെ കേട്ടിരുന്നാ പോരാ. ഇപ്പൊ ഇവിടെ ഇപ്പൊ റിദ്വാന്, ഇഷാന്, ഹംദാന്, സൽമാന്, ജാസില്, ഞാനീ പറയുന്ന പേര് പറയുന്ന കുട്ടികളൊക്കെ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നതിന് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അവരാണ് മീറ്റിംഗിൽ ശ്രദ്ധിച്ചിരിക്കുന്നവർ. ബാക്കിയുള്ളവരിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും എന്നുള്ളത് മാത്രം ചെയ്താൽ പോരാ. ഓക്കെ. റിദ്വാൻ എന്താ പറയാനുള്ളത്? ഞാൻ ഈ സൈഡിന്റെ ഉമ്മല്ലേ വെള്ളം ബാക്കി ചിന്ത അത് കൊണ്ടയച്ചപ്പോ ഞാനൊന്നാദ്യം ഞാൻ ഇഷ്ടമായി കുറച്ചാൻ കുച്ച് അപ്പൊ എന്റെ അമ്മ പറയാ നോമ്പി ചെയ്ത് ആ അങ്ങ് എടുത്ത് കുടിച്ച് അല്ലെ. ബോധമില്ലാതെ കുടിച്ചാൽ കുഴപ്പമില്ല. ഓക്കെ, ശരി. ഇനി നമുക്ക് ഫാത്തിഹയിലേക്ക് തന്നെ വരാം. നിസ്കാരത്തിലെ എല്ലാ ദുആയും കൃത്യമായിട്ട് അറിയുന്നവരുണ്ടോ? നിസ്കാരത്തിലെ തെക്ബീർ മുതൽ ഫസ്റ്റ് ടു ലാസ്റ്റ് സലാം വീട്ടുന്നത് വരെ അതിനേശുള്ള ദിക്റുകളും കറക്റ്റ് എല്ലാം അറിയാം? അറിയില്ലേ? മാഷാ അല്ലാ. അറിയാത്തവരുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്യുക. അത് പഠിക്കണം കേട്ടോ. ഓക്കെ. അത് പിന്നെ നിങ്ങൾക്ക് പിന്നെ കംപ്ലീറ്റ് ദുആസും എൻ്റെ അടുത്തുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്കുകളൊക്കെ തരാം. അതിന് ആക്ടിവിറ്റി ഉണ്ട്, അത് പഠിക്കണം. അത് മരണം വരെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ ഇബാദത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിസ്കാരത്തിലെ ദുആകൾ. അത് അറിയാത്ത ഒരാൾ ഉണ്ടാവരുത്. ഓക്കെ, ശരി. ഇനി പിന്നെ ഫാത്തിഹയുടെ മീനിങ് ആണ്. ഫാത്തിഹയുടെ മീനിങ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അറിയാത്ത ആരുമില്ലല്ലോ? ഷെയ്ത്താനെ ഓടിക്കുക. ഓർഡർ ഷെയ്ത്താനോട് പറയാണ്, പോടാ ഞാനൊരു കാര്യം ചെയ്യാൻ പോണ്, നീ ഇവിടെ നിൽക്കാൻ പാടില്ല, ഗോ ഗെറ്റ് ഔട്ട്. ഷെയ്ത്താനോട് പറയാണ് അഊദു ബില്ലാഹ്. നിങ്ങളെ വീട്ടിലെ ആരെങ്കിലും ഒക്കെ ദേഷ്യം പിടിച്ചിങ്ങോട്ട് വരികയാണ്, അയാളെ കണ്ണിൽ നോക്കിയിട്ട് പറയാ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം അല്ലേ. എന്നുവെച്ചാൽ നമ്മള് ഷെയ്ത്താൻ എന്നത് അത് പറയുമ്പോ തന്നെ അവർക്ക് ഒരു പകുതി അവരുടെ ദേഷ്യം പോകും. ചിലപ്പോൾ രണ്ടടി കൂടുതൽ കിട്ടും ചിലരുടെ ക്യാരക്ടർ വെച്ചിട്ട് അല്ലെ. ഷെയ്ത്താൻ തന്നെ ആയിക്കൊള്ളുന്നില്ല, ദേഷ്യം തന്നെ ആയിരിക്കാം. ഷെയ്ത്താനാണ് നമ്മളെ തെറ്റുകളിലേക്ക് ഒരു കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, വളരെ മനസ്സിൽ വർക്ക് ചെയ്തിട്ട് നമ്മളെ ബുദ്ധിപരമായിട്ട് അല്ലെ ഒരു നല്ല കാര്യം വിചാരിച്ചാൽ അപ്പൊ തന്നെ ഖുർആൻ ഓതുക, നിസ്കരിക്കുക, ഇത് രണ്ടും എപ്പോ ചെയ്യാൻ വിചാരിച്ചോ അപ്പൊ നിങ്ങളുടെ മനസ്സിൽ നല്ലൊരു കാര്യം വരും, പുതിയൊരു കാര്യം ചെയ്യാനുള്ളത്. അതാണ് ഇബ്ലീസിന്റെ പണി. ഓക്കെ, അങ്ങനെ ചെകുത്താൻ നമ്മളെ വഴി തെറ്റിക്കാൻ, അത് ചെകുത്താന്റെ അന്നേ പ്രതിജ്ഞ ചെയ്ത സ്വർഗത്തിൽ വെച്ചിട്ട് ആദം അലൈഹി സ്വലാമായിട്ടുള്ള സ്റ്റോറി നിങ്ങൾക്കറിയാം. അന്ന് മുതലേ ചെകുത്താൻ അത് ചെയ്യാന്ന് ആളുകളെ വഴി തെറ്റിക്കുക എന്നുള്ള പണി ചെകുത്താൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അർത്ഥം അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ബിസ്മില്ല, ഇസ്മ, മസ്മുക്ക, ഷുസ്മുഖ്, ഇസ്മ നാമം, ബിസ്മില്ല അള്ളാന്റെ പേരിൽ അല്ലെ, റഹ്മാനും റഹീമുമായ അള്ളാന്റെ പേരിൽ. അൽഹംദു, ഹംദു എന്താ മീനിങ് അറിയോ? അൽഹംദ് ലില്ലാഹ് റബ്ബ് ആലമീൻ. ഓരോ വേർഡ് മീനിങ് വെച്ച് ചോദിക്കാം. അൽഹംദ് മീനിങ് സ്തുതി. ഓക്കെ. റബ്ബിന് എക്സ്പ്ലെയിൻ ചെയ്ത് കുറെ പിന്നെ ഹിന്ദു ദൈവങ്ങളൊക്കെ പറ്റിയൊക്കെ പറഞ്ഞിരുന്നു നമ്മള്. ക്രിയേഷൻ, സസ്റ്റെയിൻ ചെയ്യുക, നിങ്ങൾ ഓർക്കുന്നുണ്ടോ അത് ഇല്ലേ? റബ്ബ്. ആലമീൻ ലോകങ്ങൾ. അപ്പൊ സർവ്വലോകങ്ങളുടെയും റബ്ബായിട്ടുള്ള അൽഹംദുലില്ലാ അള്ളാഹുവിന്, റബ്ബായിട്ടുള്ള അള്ളാഹുവിന്, ഏതൊരു അള്ളാഹു എന്നല്ല. ഇതിൽ വലിയൊരു രസകരമായ ഒരു സംഗതി ഉണ്ട് ഫാത്തിഹയിൽ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ആദ്യം അള്ളാഹുവോട് ഒരു കാര്യം ചോദിക്കുകയല്ല ചെയ്യുന്നത്, ആദ്യം അള്ളാഹിനെ പ്രൈസ് ചെയ്യാണ് ചെയ്യുന്നത്, എന്നിട്ടാണ് അള്ളാഹുവോട് കാര്യം ചോദിക്കുന്നത്. അള്ളാഹുവോട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാ ഫാത്തിഹയിൽ ചോദിക്കണമെന്ന് ആർക്കെങ്കിലും അറിയോ? ഫാത്തിഹ എന്ന് പറഞ്ഞാൽ നമ്മൾ ദുആയാണ്, കുറച്ച് റിക്വസ്റ്റ് ഉണ്ട് ഫാത്തിഹയിൽ. ഫാത്തിഹയിൽ എന്താ നമ്മൾ ചോദിക്കണമെന്ന് ആർക്കെങ്കിലും അറിയോ? നമ്മളൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം 5 നേരം സുജൂദ് ചെയ്യുന്നതിന് മുമ്പ് അള്ളാഹിനോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്താ ചോദിക്കണത്? സിറാത്തൽ മുസ്തഖീമാണ്. എന്നെ നേരാക്കി തരണേ പഠിച്ചോനെ, ഞാൻ നന്നാവൂല അല്ലെ, എന്നെ ശരിയാക്കണേ പഠിച്ചോനെ, കുഴിമടിയനാണ്. അതിലെ എന്താ പറഞ്ഞത്? നീയല്ല, അത് ശരി, ഇപ്പൊ അങ്ങനെയായോ? ഞാൻ എന്താ പറഞ്ഞത്? മടിയനാണ് എന്ന് ഒരാള് വിചാരിക്കുക സപ്പോസ്. അപ്പൊ ആ മടിയനായ ആളും പഠിച്ചവനോട് പറയാം, ഞാൻ കുഴിമടിയനാണ്, എന്നെ നന്നാക്കി തരണം അല്ലെ. ഒരു കുട്ടി
പിന്നെ ഭയങ്കര ദേഷ്യക്കാരനാണ്, എന്നെ നേരാക്കി തരണം. അപ്പൊ അതിനാണ് ഈ നേരായ വഴിക്ക് നടത്തണേ എന്ന് പറഞ്ഞാൽ എന്താണ്? നേരായ വഴി എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ നേരായ വഴി തെറ്റി പോയിട്ടുണ്ടോ നിങ്ങളുടെ ലൈഫിൽ? നിങ്ങൾ എവിടെങ്കിലും പോയിട്ട് പോകുമ്പോൾ വഴി തെറ്റിയിട്ടുണ്ടോ? രസകരമായ, എൻ്റെ ലൈഫിൽ ഏറ്റവും രസകരമായ ഒരു വഴിതെറ്റൽ ഉണ്ടായത് ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും രസമുള്ള വഴിതെറ്റൽ. ഓക്കെ, നല്ലൊരു വഴിതെറ്റല്. ഞാന് മലപ്പുറം ജില്ലയിൽ ഒരു പള്ളിയിൽ ഖുതുബ പറയാൻ പോവായിരുന്നു. ഞാൻ സ്കൂളിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ അടുത്തുള്ള ഒരു പള്ളിയിൽ സ്കൂളിൽ നിന്ന് ഇടയ്ക്ക് സ്കൂളിന്റെ ഇടയിൽ ബ്രേക്കിൽ പോയിട്ട് ഖുതുബ പറയാൻ വേണ്ടി, വെള്ളിയാഴ്ച ജുമ്മ ഖുതുബ ചെയ്യാൻ വേണ്ടി പോവുകയായിരുന്നു. അങ്ങനെ എല്ലാ വെള്ളിയാഴ്ചയും പോകും. ഫസ്റ്റ് വെള്ളിയാഴ്ച എന്നെ കൊണ്ട് വഴി കാണിക്കാൻ ഒരാൾ വന്നു. അയാൾ കൂടെ ഞാൻ പോയി. പിറ്റേത്തെ വെള്ളിയാഴ്ച മുതൽ ഞാൻ തന്നെ സ്വന്തമായിട്ട് പോകണമല്ലോ, എന്നും വഴി കാണിച്ചു തരാൻ വരില്ലല്ലോ. അങ്ങനെ സ്ഥിരമായിട്ട് പോയി 1 ഇയർ ആയി. 1 ഇയർ ആയപ്പോ എൻ്റെ സ്കൂളിന്റെ തൊട്ടടുത്തുള്ള വേറൊരു പള്ളിയിൽ ഖത്തീബിനെ വേണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോട്ടെ, ഇത് കുറച്ച് ലോങ് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ്, റിസൈൻ ചെയ്യാൻ. ഞാൻ ഇല്ല എന്ന് പറഞ്ഞ് ലാസ്റ്റ് ഡേ അവിടുന്ന് പോരുന്ന സമയത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടുത്തെ പള്ളിയിലെ ഒരു സെക്രട്ടറി പുറത്തേക്ക് വന്ന് ചോദിച്ചു, എന്താ ഇങ്ങോട്ട് പോകണം, ഇങ്ങോട്ടാണ് വഴി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞല്ല, ഞാനൊരു കൊല്ലായിട്ട് ഇതിലല്ലേ വരുന്നത്, ഇതല്ല റോഡ്, ഇതാ റോഡ് എന്ന് പറഞ്ഞു. ഇതോ? ആ, ഇതെങ്ങനെ? ഞാൻ എന്നും 1 വർഷമായിട്ട് ഇതിലേ വരുന്നത്. അതല്ല, ഇതിലങ്ങ് പോയി നോക്ക്, ജസ്റ്റ് ഒന്ന് പോയാൽ കാണാം എന്ന് പറഞ്ഞു. ഞാൻ ജസ്റ്റ് അങ്ങ് പോയി നോക്കുമ്പോൾ വളഞ്ഞ മൂക്ക് പിടിക്കാന്നറിയില്ലേ, ഏകദേശം ഒരു 3-4 കിലോമീറ്റർ അധികം ഓടിയിട്ടാണ് ഞാൻ ഈ വളഞ്ഞ് ഇങ്ങനെ വന്നിട്ട്. അത് ആദ്യം എന്നെ വഴി കാണിക്കാൻ വന്ന ആള് വഴി തെറ്റിച്ചാണ് കാണിച്ചു തന്നിരുന്നത്. അത് തന്നെയാണ് 1 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതൊരു ജസ്റ്റ് 5 മിനിറ്റ് ഇല്ല സ്കൂളിലേക്ക്, തൊട്ടടുത്ത് തന്നെ ആയിരുന്നു. ആ പോക്കറ്റ് റോഡിലൂടെ കയറി കഴിഞ്ഞാൽ മെയിൻ റോഡിലേക്ക് വരുമായിരുന്നു. ഇതാണ് ഒരു വഴി തെറ്റുന്നതിന്റെ ഒരു ഉദാഹരണമായിട്ട് ഞാൻ എൻ്റെ ലൈഫിലുള്ളത് പറയാം. അപ്പോൾ അത് വഴി തെറ്റ് പറഞ്ഞാല് ശരിയായ വഴിയിൽ പോകേണ്ട, ഗൂഗിൾ മാപ്പ് ഇട്ട് പോകുമ്പോൾ വഴി തെറ്റും അല്ലെ, ശരിയായ റൂട്ടിലൂടെ പോകേണ്ട വഴി തെറ്റാന്നല്ല. പക്ഷെ ഇവിടെ വഴി തെറ്റ് പറഞ്ഞാൽ എന്താ മീനിങ്? സൽമാൻ ഞാനില്ലേ ഒരു ദിവസം അബഹെ പൊയ്ക്കൊണ്ടിരിക്കുന്ന എല്ലാവരുടെ അപ്പൊ ഉണ്ടല്ലോ, ഞങ്ങളുടെ ഉപ്പ വീഡിയോ എടുക്കുവാണ്, യൂട്യൂബിലൊക്കെ ഉണ്ട്. അപ്പൊ ഇല്ലേ ഈ ഗൂഗിൾ മാപ്പ് പറയുന്നത് സ്ട്രെയിറ്റ് പോവാൻ, പക്ഷെ സ്ട്രെയിറ്റ് പോവാൻ അവിടെ ഒരു ബിൽഡിങ് ബ്ലോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അത് മാപ്പിന് ചിലപ്പോ എല്ലാം ഒന്നും മാപ്പിൽ ഉണ്ടാവില്ല. തമിഴ്നാട്ടിൽ ഒരിക്കൽ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ ഒരു കസിൻ അവിടെ ചേർത്താൻ വേണ്ടി കൊണ്ടുപോയിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മാപ്പിൽ കണ്ട് 5 കിലോമീറ്റർ ലാഭമാണ് ഈ റോഡിലൂടെ പോയാലെന്ന് അങ്ങനെ കാണിച്ച്. ഉടനെ എന്ത് ചെയ്ത് അങ്ങോട്ട് മാറ്റി കേട്ടോ. ആ റോഡിലൂടെ പോയി നോക്കുമ്പോൾ എന്താണെന്നറിയോ, ആ റോഡ് കുണ്ടും കുഴിയും ഇങ്ങനെ കുലുങ്ങി. ആ റോഡ് 5 കിലോമീറ്റർ ലാഭം എന്ന് വെച്ചാൽ 10 കിലോമീറ്ററിന് ടൈം അവിടെ ആയി. മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ വഴി തെറ്റാന്നുള്ളത്. പക്ഷെ ഈ വഴി തെറ്റലല്ല സിറാത്തുൽ മുസ്തഖീമായ എന്ന് പറഞ്ഞത്. ഈ വഴി തെറ്റലല്ല. ഖുറാനിൽ പറയുന്നതിന് ഒരു ഇൻഡയറക്റ്റ് മീനിങ് ഉണ്ട്. ക്ലാസ്സിൽ ശരിക്കും ഇരുന്നാലെ തലക്ക് പടി കിട്ടും എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? അടി കിട്ടും എന്നാണോ? ഒരു ഇൻഡയറക്റ്റ് മീനിങ് ഇല്ലേ? ഇൻഡയറക്റ്റ് മീനിങ് എന്താ? നേരെ ഇരിക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ അടിക്കാനൊന്നും ഇവിടെ പോകണമെന്നില്ല. ഓക്കെ, ചില കാര്യങ്ങൾക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് മീനിങ് ഉണ്ടാവും, പല കാര്യത്തിലും ഇൻഡയറക്റ്റ് മീനിങ് ഉണ്ടാവും അല്ലെ? ഖുറാനിൽ അങ്ങനെ വരുന്നുണ്ട്. ഇതിലിപ്പോ എന്താ ഇൻഡയറക്റ്റ് മീനിങ്? സിറാത്തുൽ മുസ്തഖീം, എന്നെ ശരിയായ വഴിയിലൂടെ നടത്തണേ എന്ന് പറഞ്ഞാൽ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിലേക്കുള്ള വഴി നേരെയായിട്ട് നടത്തണേ എന്നാണ് ഉദ്ദേശിച്ചത്. എന്താണ് ഖുറാൻ ഉദ്ദേശിച്ചത്? ഹംദാൻ. സാറേ, ഇപ്പൊ നമ്മളിപ്പോ പള്ളിയിൽ പോകാൻ നിൽക്കുകയാണെങ്കിൽ അല്ലേ, പിശാച് എന്ന് നമ്മളോട് പറയും നീ പോണ്ടാന്ന്. അപ്പൊ നമ്മൾ അള്ളഹാനോട് പറയണത് നേരായി വഴിക്കാനുള്ള നടത്തി തന്നെയാണ്. അത് പള്ളിയിലേക്കുള്ള വഴി മാത്രമല്ല, തെറ്റിലേക്കുള്ള വഴിന്ന് അള്ളാഹു ബ്ലോക്ക്. ഇന്നലെ പറഞ്ഞ കഥ ഓർമ്മയുണ്ടോ? ആ കാറ് കത്തിപ്പോയ കഥ ഓർമ്മയുണ്ടോ? സൗദിയിൽ വെച്ച് നടന്ന ഒരു കഥ പറഞ്ഞില്ലേ? അതിൽ ആ ആളിനെ അള്ളാഹു രക്ഷപ്പെടുത്തിയതാണ്. ഇങ്ങനെയുള്ള പല കാര്യത്തിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തും നമ്മളെ. അപ്പം ശരിയായ വഴിയിൽ നിന്ന് വഴിതെറ്റിക്കുന്ന ചീത്ത ചങ്ങാതിമാരും ചീത്ത അയൽവാസികളും ചീത്ത നാട്ടുകാരും എല്ലാ നാട്ടിലും എല്ലാ കാലത്തും ഉണ്ട്, നിങ്ങളുടെ ക്ലാസ്സിലും ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളുടെയൊക്കെ വികൃതിയിൽ നിന്നും ഒക്കെ രക്ഷപ്പെടുത്താനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ സിറാത്തുൽ മുസ്തഖീമായ വഴിയിൽ നടത്തണേ എന്ന് അതാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഗെയിമിനെ പറ്റി നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരു ദിവസം നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഗെയിമും റീൽസും അഡിക്ഷനും അല്ലെ? ഇൻസ്റ്റയൊക്കെ തുറക്കാൻ പറ്റുമോ? ഇൻസ്റ്റ കാണുന്നവരൊന്ന് കൈപൊക്കെ.
ഇൻസ്റ്റാഗ്രാം കാണുന്നവര് ഇൻസ്റ്റാഗ്രാം തുറന്ന ഉടനെ അസ്തഗ്ഫിറുല്ലാ പറയേണ്ടി വരും. കാണുക അസ്തഗ്ഫിറുല്ലാ 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 ഇങ്ങനെ പറയേണ്ടി വരും. ഇങ്ങനെയാണ് തുണി അയച്ചിട്ടിട്ട് ആടുന്ന മാത്രം. അതിനാ കൂടുതൽ ലൈക്ക് കിട്ടുക. ആരാ ഡ്രസ്സ് അയക്കണോ അവർക്ക് ലൈക്ക് കൂടുതൽ. കുറച്ചുകൂടെ കഴിഞ്ഞാല് പിന്നെ ടോയ്ലറ്റ് ഒക്കെ ആയിരിക്കും ഇനി കാണിക്കുക. ഇനിയിപ്പോ എന്താ കാണിക്കാനുള്ളത്? അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് ഇൻസ്റ്റാഗ്രാം വരികയാണ് അല്ലേ? അത്രക്കും മോശമായിട്ട് വരുന്നു. ഒരു ബോധമില്ല. പണ്ടൊക്കെ ഭ്രാന്തന്മാരായിരുന്നു തുണി അയച്ചാടുക, ഭ്രാന്തുള്ളവര്. ഇപ്പൊ അങ്ങനൊന്നുമല്ല. ബുദ്ധിയുള്ളവരും ആടുകയാണ്. വിവരം ഉണ്ടായിട്ട് എന്താണ് അല്ലെ? നമ്മള് പച്ച മലയാളത്തിൽ പറയും. പക്ഷെ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്ന അറിയില്ല. കോഴിക്കോടൻ ശൈലിയാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന അറിയില്ല. എന്തുണ്ടായിട്ട് എന്താ അന്തല്ലാഞ്ഞാല് എന്ന് മനസ്സിലായോ? എന്തുണ്ടായിട്ട് എന്താ അന്തല്ല? തലയിൽ ഓളം വേണ്ടേ അല്ലെ? എല്ലാം അല്ലെ? തോന്നിയതെല്ലാം ചെയ്യാൻ പാടുണ്ടോ? നമുക്ക് തോന്നിയതുപോലെ ജീവിക്കാൻ പാടുണ്ടോ? ഓക്കെ. റീച്ചിന് വേണ്ടി എന്തും ചെയ്യുന്ന കാലാണ്. എന്തും ചെയ്യും അല്ലെ? ഇപ്പൊ വെറുതെ റീച്ചിന് വേണ്ടി പലതും ചെയ്ത് ബിൽഡിങ്ങിന്റെ മേലിൽ ചാടി താഴെ വീണ് കാല് പൊട്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി എത്ര കഥകളാ കിടക്കുന്നത്. ഇപ്പൊ ഏറ്റവും രസകരമായ റീൽസ് വരുന്നത് ബീച്ചിൽ ഇങ്ങനെ നിൽക്കും ഭാര്യ ഭർത്താക്കന്മാര്, കപ്പിൾസ് ഭാര്യയും ഭർത്താവും ബീച്ചിൽ ഇങ്ങനെ നിൽക്കുന്നത്. ഈ തിരമാല വന്ന് വേവ്സ് അടിക്കണത് ഇങ്ങനെ ലൈവായിട്ട് വീഡിയോ എടുക്കാനാണ് നിൽക്കണത്. ലാസ്റ്റ് എന്താ സംഭവിച്ച് ആള് തിരമാല കൊണ്ടുപോയി. അത് റീൽസ് വൈറലായി. മനസ്സിലായില്ല? ഇങ്ങനൊക്കെ എത്രയോ സംഭവങ്ങൾ, ഒന്നും രണ്ടോ ഒന്നുമില്ല, എത്രയോ അപകടങ്ങൾ പറ്റുന്നത്. ബൈക്ക് ഓടിച്ചിട്ട് വീണ് മുഖം ഇങ്ങനെ അങ്ങോട്ട് ഈ ഭാഗത്ത് ഇറച്ചി മൊത്തം അങ്ങോട്ട് റോഡിൽ ടാറിട്ട റോഡിലൂടെ ഇങ്ങനെ അങ്ങോട്ട് പരന്നു പോയി. ഇറച്ചില്ല, അങ്ങനെ തേനങ്ങ് പോയി അല്ലെ? അവന്റെ അവസാനത്തെ റീലായി പോയി. ഇങ്ങനെയുള്ള പലതും നടക്കുന്നു ലോകത്ത്. അപ്പം അതൊക്കെ അവിടെ നടക്കുക. അപ്പം ഇതൊക്കെ റീൽസ് ആവട്ടെ. അഡിക്ഷൻ, യൂട്യൂബ് അഡിക്ഷൻ ഉണ്ട്. യൂട്യൂബിന് അഡിക്ഷൻ ഉണ്ടോ? നമ്മൾ വിചാരിച്ച പണ്ടൊക്കെ യൂട്യൂബിന് അഡിക്ഷൻ ഇല്ല. യൂട്യൂബിന് അഡിക്ഷൻ ഉണ്ട്. യൂട്യൂബ് അഡിക്ഷൻ ഉണ്ട്. അഡിക്ഷൻ ഉള്ള കാര്യമാണ്. ഇതിപ്പോ സിറാത്തുൽ മുസ്തഖീമില് വഴിതെറ്റി പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമായി കണ്ണിപ്പോ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇഷാൻ എന്തോ പിടിച്ചാൽ കിട്ടാത്ത എന്തോ ചോദിക്കാനുണ്ട്. സാറേ അനിമിനും വെക്കട്ടെ ദിവസം. അനീമിനെ പറ്റി എന്താ? അനിമല്ല, അനിമ്. അനീം എന്ന് പറഞ്ഞ എന്താ? അത് വലിയ ആൾക്കാർ കാരണം കാട്ടും. ഹംദായിപ്പിനോട് വെച്ചോ. അനീമല്ലടാ, അനീമയാണ് അല്ലെ? അനീമയല്ലേ ഇപ്പൊ പറഞ്ഞത്? ആ, വലിയ ആൾക്കാർ കാണുന്നവരൊന്നും കുട്ടികൾ എല്ലാവരും കാണും. ഇതൊക്കെ എല്ലാവർക്കും സമാണ്. ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതാവട്ടെ, യൂട്യൂബ് അഡിക്ഷൻ ആവട്ടെ, ഗെയിമും വലിയ ആൾക്കാരും ഭ്രാന്തന്മാരായവരുണ്ട്. ഗെയിം കളിച്ച് ഭ്രാന്ത് വന്നവരുണ്ട്. അതൊരു ഭ്രാന്ത്. നമ്മൾ സമയങ്ങൾ പോകുന്ന അറിയില്ല. നമ്മുടെ ടൈം എത്രയാ നഷ്ടപ്പെട്ടു പോകുന്നത്. സാറ് അനിമേഷനാ ഉദ്ദേശിച്ചത്? അനിമേഷൻ അല്ലട്ടോ ഞങ്ങള് പറഞ്ഞത്, ഞങ്ങള് അനിമ സീരീസ്, ഈ ജപ്പാൻ മൂവീസ് അല്ലേ പറഞ്ഞത്? അതന്നെ. അതായത് എന്താണ് അലി അവിടെ? നമ്മുടെ അലി ഉണ്ടായിരുന്നല്ലോ ഇവിടെ, അതിന്റെ ആള് അലി അവിടെ ഉണ്ടാ? എന്റെ അനീമനെ പറ്റി ഒരു കുറ്റം പറയണത് എന്താ പറയാ? അലി എന്താ? എന്റെ അനീമയിലുള്ള ഒരാളെ പേര് പറഞ്ഞേ. നറുട്ടോ? എന്താ ഒരാളെ പേര് പറ. നറുട്ടോ അല്ലേ? ബൊറൂട്ടോ. ഇന്നലെ മാഷറയിൽ വെച്ചിട്ട് നിങ്ങൾ ആരെ ആദ്യം കാണാൻ ആഗ്രഹിക്കണമെന്ന് ചോദിച്ചപ്പോ ഒരുത്തൻ പറഞ്ഞ അനീമയിൽ ഏതൊരുത്തന്റെ പേരാ പറഞ്ഞത്. ഇവന്മാരൊക്കെ വിചാരം ഇതൊക്കെ ജീവനുള്ള സാധനം എന്താണല്ലേ പറഞ്ഞത് അല്ലേ? ഇതൊന്നും ജീവനുള്ള സാധനമല്ല. ഇതൊക്കെ ക്രിയേറ്റഡ് ബൈ കമ്പ്യൂട്ടറാണ്. അതൊക്കെ ഗ്രാഫിക്സ് വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. റിയൽ അല്ല. നിങ്ങൾ റിയലാന്ന് വിചാരിക്കല്ലേ? നിങ്ങളൊക്കെ എങ്ങനെയാ ഈ ലോകത്തുനിന്ന് സിറാത്തുൽ മുസ്തഖീമായ വഴിയിൽ എത്തിക്കാന്ന് അറിയില്ല. അത് കമ്പ്യൂട്ടർ വെച്ച് ഉണ്ടാക്കണല്ല, കുറെ മാങ്ക എഡിറ്റേഴ്സ് ഓരോ കഷ്ടപ്പെട്ട് വരച്ചുണ്ടാക്കണ തന്നെയാണ് അതൊക്കെ. അതന്നെ കഷ്ടപ്പെട്ട് ജീവനുള്ളതല്ല. പിന്നെ എങ്ങനെ മാഷറയിൽ എന്നെ കാണാൻ വരിക? അത് കാണാൻ പറ്റില്ല. പിന്നെ ഇതിനെ അങ്ങനെ ആഗ്രഹിക്കുന്നത്. ഇനി വേറൊരു കാര്യം, ഇത് കാണുന്നോണ്ട് അവർക്ക് എന്താ ഗുണം? എന്താണ്? ഓർക്കൊരു എന്റർടൈൻമെന്റ്. എന്റർടൈൻമെന്റിനാണ് ഇവർ ഇത്രയും കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നതെന്നാ വിചാരിക്കണേ. ഈ യൂട്യൂബേഴ്സും വ്ളോഗേഴ്സും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആൾക്കാരും പിന്നെ ഇൻസ്റ്റയിലൊക്കെ റീൽ എടുക്കുന്നവരൊക്കെ വെറുതെ രസത്തിന് ചെയ്യണതല്ല. അവർക്ക് പൈസ കിട്ടുന്നുണ്ട്. നിങ്ങൾ യൂട്യൂബിൽ ഇവിടെ കാണുന്നതിന് ഓർക്ക് അവിടെ പൈസ കിട്ടുന്നുണ്ട്. നിങ്ങൾ കാണുന്നതിന് അവര് അവിടെ ക്യാഷ് ഉണ്ടാക്കുകയാണ്. ശരിക്കും ആരാണ് മണ്ടന്മാര്? നിങ്ങളെ സമയം പോയി. നിങ്ങളുടെ ഈ ടൈം ഈസ് മണി എന്നാണ്. നമ്മുടെ ടൈം എന്നുള്ളത് വെറുതെ കളയാനുള്ളതല്ല. ഒരു മിനിറ്റ് നമുക്ക് എന്തെങ്കിലും യൂസ്ഫുൾ, ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരമുള്ള കാര്യം ചെയ്യണം. നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിലും
ആർക്കെങ്കിലും എന്തെങ്കിലും ഇതുകൊണ്ട് ഉപകാരം ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്താൽ മതി ആ ചെയ്യുന്ന കാര്യം. ഉപകാരം ഉണ്ടേ ചെയ്യുക, അല്ലെങ്കിൽ ആ കാര്യം വിട്ടേക്കാം. ഇപ്പൊ അഡിക്ഷൻ ഉള്ളവർക്ക് കൈവക്ക്. ഓക്കെ, എന്താ അഡിക്ഷൻ ആടാ? ഗെയിം ഏതാ ഗെയിം? എല്ലാതും. എല്ലാ ഗെയിമിന്റെ അഡിക്ഷന്. ഓക്കെ, ഹംദാന്റെ ഏതാ അഡിക്ഷന്? അനു അനീമയ? അനുവേ അനീമയിൽ ഏതാണ്? അല്ല അതല്ല തന്നെ. എല്ലാ സീരീസ് അത് നീ ക്യാഷ് കൊടുത്ത് പർച്ചേസ് ചെയ്തിട്ട് വാങ്ങാണോ? ഇല്ല സാർ, സീരീസ് അല്ല, ഈ ഗെയിംസ് എന്ന് പറഞ്ഞാൽ തന്നെയല്ല, കുറെ 1000 ഓഫ് ഗെയിംസ് ഇല്ലേ. എടാ നിന്റെ അതുപോലെ കാര്യം. അനിമ എന്ന് പറഞ്ഞാൽ കുറെ അനിമ ഉണ്ട്. ഓക്കെ, അതൊക്കെ കുറെ അനിമ ഉണ്ട്. പക്ഷെ അത് നീ പെയ്ഡ് ആണോ യൂട്യൂബിൽ കാണുകയാണോ? യൂട്യൂബിലാ കാണുന്നത്? യൂട്യൂബിലാണ്, പിന്നെ ആപ്പ് ഉണ്ട്, അത് കാണാം. ആപ്പ് വഴി? അപ്പൊ ആപ്പിൽ പർച്ചേസ് ചെയ്യണ്ടേ? പൈസ കൊടുക്കണ്ടേ? പർച്ചേസ് ചെയ്യണ്ട, അത് വേണ്ട, അത് ഇല്ലാതെ ചെയ്യുന്നുണ്ട്. പർച്ചേസ് ചെയ്യുന്നതാണ് ബെറ്റർ. അത് ചെയ്യലില്ലേ പർച്ചേസ് ചെയ്യണം. എന്റെ കുട്ടി എങ്ങനെ കാണുന്നത് അതാ പറയണ്ടേ. സാർ? ആ, നീ എങ്ങനെ കാണുന്നത്? നീ പർച്ചേസ് ചെയ്തിട്ടാണ്? ഞാൻ പർച്ചേസ് ചെയ്തിട്ടല്ല. ആ, ഓക്കെ. സൽമാൻ എങ്ങനെ കാണുന്നത്? ഏതാ അഡിക്ഷന്? എനിക്ക് ലെഗോ. ലെഗോ അഡിക്ഷൻ. ഓക്കെ, ലെഗോ പിന്നെ അത്ര ഒരു കേടുള്ള സാധനമല്ല. ഋതുവാൻ എന്താ അഡിക്ഷന്? ഞാനും ഓൺലൈൻ ഗെയിമാണ് ഗൂഗിളിലൊക്കെ. ഗെയിം തന്നെയാണ്. ഗേൾസിന് എന്താ അഡിക്ഷന്? അസീമിന് എന്താ അഡിക്ഷന്? ഗെയിം. ഏത് ഗെയിം? ഫ്രീ ഫയർ. ഫ്രീ ഫയർ. കൊല്ലുന്നെ, വെടി വെച്ച് കൊന്നു തള്ളുന്നെ ആൾക്കാരെ. ജവഹർ. ഉസ്താദ്, പരലോകത്ത് ഇപ്പൊ സ്വർഗത്തിൽ നിന്ന് അള്ളാഹ് എല്ലാം തരും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇപ്പൊ ആനിമ അതെല്ലാം ചോദിച്ചാൽ അത് തരില്ല. അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. പക്ഷെ ചില കാര്യങ്ങള് പിന്നെ ഇപ്പൊ നിങ്ങൾ ചോക്ലേറ്റ് കഴിച്ചിട്ടില്ലേ? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ഏതാ? ചോക്ലേറ്റ്സിന്റെ പേര് പറഞ്ഞേ. സൽമാൻ, ഇഷാന്? ദുബായ് ചോക്ലേറ്റ്. ദുബായ് ചോക്ലേറ്റോ? അങ്ങനെ ദുബായ് ചോക്ലേറ്റ് ഞാൻ കണ്ടില്ലല്ലോ. അങ്ങനെ ചോക്ലേറ്റ് ഉണ്ടോ? ഏതാ? ദുബായ് ചോക്ലേറ്റ് തന്നെ, അത് നല്ല ദുബായ് ടേസ്റ്റാ. ചോക്ലേറ്റ്. ഞാൻ ദുബായിൽ നിന്നിട്ട് ഞാൻ അങ്ങനെ ചോക്ലേറ്റ് കണ്ടില്ലല്ലോ. ദുബായ് ചോക്ലേറ്റ്. സാലിഫ് പറയാം. എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ട മുട്ടായി മറ്റേ പിസ്താഷ്യോ ചോക്ലേറ്റ്. ഋതുവാന്? പിന്നെ ദുബായ് ചോക്ലേറ്റ് എല്ലാരും അങ്ങനെ തന്നെ പറയുന്നത്. ഓക്കെ, നിങ്ങൾ എല്ലാരും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് മനസ്സിൽ വിചാരിച്ചോ? ഓക്കെ, നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ഉണ്ടെന്ന് വിചാരിച്ചോ, സപ്പോസ്. ഓക്കെ, ആ ചോക്ലേറ്റിനേക്കാളും നല്ല ടേസ്റ്റ് ഉള്ള ഒരു ചോക്ലേറ്റ് നിങ്ങൾക്ക് ഒരാൾ തന്ന് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ അതിന്റെ ഫാൻ ആവൂലേ? അങ്ങനെയുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ ഈ ഹംദാൻ എന്ന് പറഞ്ഞ കുട്ടി, ഇപ്പൊ എന്നെ വെച്ചിട്ട് പറയാം, നീ ഹംദാൻ അല്ലേ? ഇവന് ഈ ഡോറ എന്ന് പറഞ്ഞൊരു കാർട്ടൂൺ ഉണ്ട്, അതാണ് ഇവന് ഇഷ്ടം എന്ന് വിചാരിച്ചു. ഇവന്റെ ഫേവറേറ്റ് അതാണ്. അതാ മല എന്നൊക്കെ പറഞ്ഞുള്ള ഒരു കാർട്ടൂൺ ഉണ്ട്. ഓക്കെ, മനസ്സിലായില്ലേ? ഇതാണ് ഇവൻ ഫുൾ ടൈം ഡോറ കാണുന്ന ആള്. അപ്പോഴാണ് ഇവന്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് ഇവന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് അനീമ വേറെ അതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നല്ല ഗ്രാഫിക്സ് ഒക്കെ ഉള്ള കണ്ടാൽ നല്ല രസമുള്ളതുണ്ട്, വേറെ ഉണ്ട് പറഞ്ഞ് പരിചയപ്പെടുത്തും. അതിനുശേഷം പിന്നെ ഇവൻ ഡോറ കണ്ടിരിക്കോ? ഇല്ല. അതുപോലെ തന്നെ ഓരോ കാര്യം, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മുതൽ വലിയ വലിയ കാര്യങ്ങൾ വരെ. ഇപ്പം ചോക്ലേറ്റിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞ്, ജ്യൂസിന്റെ കാര്യം പറയാം. ചെറിയ ചെറിയ ജ്യൂസ്, പിന്നെ എന്താ പറയാ, നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത അടിപൊളി ജ്യൂസ് വേറെ ഉണ്ടെങ്കിൽ നമ്മൾ ആരും അത് ഞാൻ ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾ കാറ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? നിങ്ങളാരും ചെയ്തിട്ടുണ്ടാവില്ല. ഈ കാറില് ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, പിന്നെ ഇങ്ങനെ ഗിയർ എന്ന് പറയും. കൈ കൊണ്ട് പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ സാധനം? ഒരു ഇങ്ങനെ വരും, ഇങ്ങനെ ഒരു ഉണ്ട, എന്നിട്ട് അത് പിടിച്ചിട്ട് ഇങ്ങനെ ആക്കുന്നത്. ഓക്കെ, ഇതില്ലാത്ത കാറുണ്ട്, കണ്ടിട്ടുണ്ടോ? ഗിയർ ഇല്ലാത്ത കാറുണ്ട്.
അതായത് മാനുവൽ ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് കാറിൽ ഇതിന്റെ ആവശ്യമില്ല. മറ്റത് പിന്നെ ഞാൻ ഫസ്റ്റ് വാങ്ങിയൊരു നാട്ടിലൊരു നാനോ എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു പെട്ടി പോലത്തെ ചെറിയ കാർ ഉണ്ടായിരുന്നു. അതിൽ ഇതായിരുന്നു പരിപാടി. ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് ഓരോ സ്ഥലത്തെത്തുമ്പോൾ ഒരാൾ ഒരു പൂച്ചക്കുട്ടിങ്ങ് വന്നാൽ നമ്മൾ കാർ നിർത്തണമെങ്കിൽ ഈ ഗിയർ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് ആക്കണം. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതില്ലാത്ത ഓട്ടോമാറ്റിക് കാറ് നമുക്ക് കിട്ടുമ്പോഴാണ് നമുക്ക് അതിന്റെ വാല്യൂ. ഓട്ടോമാറ്റിക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരും എന്ത് ചെയ്യില്ല, ഈ ലോക്കൽ മാനുവൽ കാറ് ഉപയോഗിക്കില്ല. സ്ഥിരമായിട്ട് നിലത്ത് കിടന്നുറങ്ങുന്ന ഒരാൾക്ക് പെട്ടെന്ന് നല്ല അടിപൊളി ബെഡിൽ കിടക്കുമ്പോൾ പിന്നെ ആരെങ്കിലും പോയി നിലത്ത് കിടക്കുമോ? ഇനി ജിയന്റെ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വരാം. നമ്മൾ ഇവിടെ ഒന്നും ഇതുവരെ എൻജോയ് ചെയ്തിട്ടില്ലാത്ത, ആസ്വദിച്ചിട്ടില്ലാത്ത ഒരു ലോകമാണ് സ്വർഗം. ഇവിടുത്തെ ടേസ്റ്റ് അല്ല ഇവിടെ അവിടെ ഒന്നും ആനിമ ഒന്നും ആരും ചോദിക്കൂല. അവിടെ PS5 ഒന്നും വേണ്ട, PS4ഉം PS5 ഒന്നും വേണ്ട. അവിടെ വേറെ ലോകമാണ്. ഇതിനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഗെയിമിന്റെ ലോകമാണ്. മനസ്സിലായില്ലേ? നമ്മളിവിടെ എക്സ്പെക്ട് ചെയ്യാൻ പോലും കഴിയാത്ത ഒരു ലോകമാണ് അവിടെ. റൈറ്റ്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ കളിക്കുന്ന ഈ ഗെയിമില്ലേ, ഈ ഗെയിമില് നിങ്ങൾക്ക് റോള് തോക്കുമായിട്ട് പിന്നെ ഫ്രീ ഫയറിലൊക്കെ അതേ റോളിൽ കയറി ഇറങ്ങി കളിക്കാൻ പറ്റുന്ന ലോകമാണെങ്കിലോ എങ്ങനെയുണ്ടോ? എത്ര രസം ഉണ്ടാവും അല്ലേ? അല്ല നീ കാണുന്ന അനീമെ മൂവീസിൽ നിനക്കും ആക്ട് ചെയ്യാനും അവിടെ ആ നാട്ടിലൂടെ ഇറങ്ങി നടക്കാനൊക്കെ പറ്റുമെങ്കിലും എല്ലാരും ഇടിച്ച് പൊളിച്ചാനൊക്കെ പറ്റുന്നെങ്കിലോ? അങ്ങനെ ലോകത്തെ പറ്റി ആലോചിച്ച് നോക്ക് അല്ലെ? ആർട്ടിഫിഷ്യൽ പിന്നെ ഇത് വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. അതിനെന്താ പറയാ, ഒരു ഗ്ലാസ് പോണത്തെ അതിനെന്താ പറയാ? നിങ്ങൾ ആരും ചെയ്തിട്ടുണ്ടോ? നീ ചെയ്തിട്ടുണ്ടോ? ഇഷാൻ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. അപ്പൊ അതില് നമ്മള് ആ ലോകത്തെത്തി പോവാണ്. നമ്മളെ കാഴ്ച അതിലെത്തുന്നുള്ളൂ, ബോഡി എത്തുന്നില്ല. ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ലോകമാണ് എന്ന് വിചാരിച്ചോ. സപ്പോസ് സ്വർഗത്തില് ആരെങ്കിലും ഒരു ഇത്ര ഇഞ്ച് എന്നുള്ള കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരുന്നിട്ട് ഗെയിം കളിക്കാൻ നിൽക്കോ? എല്ലാവരും അങ്ങോട്ട് പോലെ. അതായത് ജിയ, നിന്റെ ക്വസ്റ്റ്യന്റെ ആൻസർ ഇതാണ്. നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളല്ല അവിടെ വേറെ വേൾഡ് ആണ്. അത് കണ്ടു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ സ്വർഗം എങ്ങാനും നിങ്ങൾ ആസ്വദിച്ചു കഴിഞ്ഞാൽ, അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഈ ദുനിയാവിൽ മൊത്തം ഇവനൊക്കെ PS4ഉം PS5ഉം ഫ്രീ ഫയറും ഒക്കെ ഇട്ടുവെച്ചിട്ട് ഖുർആൻ ഓതാൻ പോകും. അല്ലെ? അതായത് അത് അറിയാത്തോണ്ടാണ്. അങ്ങനെ ലോകത്തെ പറ്റി അറിഞ്ഞിരുന്നെങ്കിൽ രക്തസാക്ഷി കേട്ടിട്ടുണ്ടോ? ഗസയില് 19,000 കുട്ടികൾ മരിച്ചു. ആ കുട്ടികൾ മരിച്ചതിനെ പറ്റി ഒരു കവിത എഴുതിയപ്പോൾ ആ കവിതയിൽ ഒരാൾ പറയുന്നുണ്ട്, ഗസയിൽ നിന്ന് മരിച്ചുപോയ ആ കുട്ടി സ്വർഗത്തിലെത്തിയിട്ട് മലക്കുകള് അവിടുന്ന് ആരാഞ്ഞു, സ്വർഗത്തിൽ നിന്ന് ചോദിച്ചു, നിനക്ക് എന്താ ഇനി വേണ്ടതെന്ന്. സ്വർഗം മുഴുവൻ ഓടി നടന്ന് കണ്ട് കാഴ്ചകളൊക്കെ കണ്ട് മതിമറന്ന് നിൽക്കുന്ന കുട്ടീനോട് ചോദിക്കുമ്പോൾ ആ കുട്ടി പറയത്രേ, എനിക്കൊന്നുകൂടി മരിച്ചിട്ട് തിരിച്ചു വന്നാലോ എന്ന് ആഗ്രഹം. കാരണം നാട്ടിൽ പോയിട്ട് എല്ലാവരോടും പറയാം ഇവിടുത്തെ സ്വർഗത്തെ പറ്റി. അപ്പൊ ഈ ഒരു സ്വർഗലോകത്തിന്റെ അനുഭവം എന്ന് പറഞ്ഞാല്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് ഏതാണ്? ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് ഏതാണ്? ദിയക്ക് ഏതാണ്? മാംഗോ. നിങ്ങൾ ഇതുവരെ കഴിച്ച ഏറ്റവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ഉണ്ടല്ലോ, അതിന്റെ ഒരു 10,000 ഇരട്ടി ടേസ്റ്റ് ഉള്ള ഒരു മാംഗോ ഉണ്ടെങ്കിലോ? അതാണ് സ്വർഗം. നമ്മൾ ഈ ടേസ്റ്റ് ചെയ്യുന്ന ഇവിടുത്തെ ചോക്ലേറ്റ്സിനേക്കാളും ഒക്കെ എത്രയോ 10 മടങ്ങ് ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് അവിടെ കിട്ടുക. അവിടെ മാംഗോ ഒക്കെ കഴിച്ചാൽ ഇങ്ങനെ നിന്ന് പോകും, അതിന്റെ ടേസ്റ്റിൽ മതിമറന്ന് ഇങ്ങനെ നിന്ന് പോകുന്നതാണ്. അത്രയ്ക്കും രുചികരം. അവിടെ ഫ്രൂട്ട്സ് ഉണ്ട്, ധാരാളം ഫ്രൂട്ട്സ് ഉണ്ട്. എല്ലാ ഫ്രൂട്ട്സിന്റെയും അവിടുത്തെ ഫ്രൂട്ട്സിനൊക്കെ കുറെ പ്രത്യേകതകൾ പറയപ്പെടുന്നുണ്ട്. ഒന്ന്, അതിൽ കുരു ഉണ്ടാവില്ല, അതിലെ മുഴുവൻ നമുക്ക് കഴിക്കാൻ പാകത്തിലുള്ളതായിരിക്കും. കഴിച്ചു കഴിഞ്ഞാൽ ഫുഡ് വേസ്റ്റ് ഉണ്ടാവില്ല, മുഴുവൻ ഗ്ലൂക്കോസ് ആയി വരുന്ന അത്രക്കും നല്ല ക്വാളിറ്റി ഉള്ള ലോകത്തെ ഏറ്റവും നമ്പർ 1 ക്വാളിറ്റി ഉള്ള ഫ്രൂട്ട്സ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. അവിടുത്തെ ഭക്ഷണങ്ങൾ, അവിടുത്തെ അവിടെ ജ്യൂസൊക്കെ അൺലിമിറ്റഡ് ആണ്, വയറ് നിറയില്ല. അതോടൊപ്പം തന്നെ ആ ടേസ്റ്റ് വിട്ടുപോവാത്ത തസ്നീമായിട്ടുള്ള അതിന്റെ രുചികരമായ പാനീയങ്ങളെ പറ്റി ഒക്കെ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഇൻഷാല്ലാ കാണും. ആർക്കൊക്കെ വേണത്? ആർക്കൊക്കെ വേണം ഈ സ്വർഗം? താല്പര്യമുള്ളവര് ഇതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്തോ. ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ല കേട്ടോ. ക്ലാസ്സിൽ ഫസ്റ്റ് പ്ലേസ് ഇല്ലേ, ക്ലാസ്സിൽ ഫസ്റ്റ് ആവുക എന്നുള്ള ഡിസ്ട്രിക്ഷൻ കിട്ടുക, അല്ലെങ്കിൽ 90% മാർക്ക് കിട്ടുക, ടോപ്പിൽ എത്തുക എന്ന് പറഞ്ഞാൽ ഈസി പ്രോസസ് അല്ല. ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്നവരാ. വെറുതെ ഫ്രീ ഫയറും കളിച്ച് ഗെയിമും കളിച്ച് അനിമയും കണ്ട് കാർട്ടൂണും കണ്ട് സിനിമയും കണ്ട് മ്യൂസിക്കും കേട്ടുള്ള സമയം മുഴുവൻ കളയുന്നവർക്കൊന്നും ഉള്ളതല്ല സ്വർഗവും
ഈ ഭൂമിയിലെ സ്വർഗം അവർക്കുള്ളതല്ല അല്ലെ, മടിയന്മാരായിട്ടുള്ളവർക്കുള്ളതല്ല. റൈറ്റ്? ജസ്റ്റ് എന്റർടൈൻമെന്റിന് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യമല്ല. ഫുട്ബോളും ഭ്രാന്താവാൻ പാടില്ല. അപ്പൊ ഇതിനൊക്കെ സിറാത്തുൽ മുസ്തഖീമായ വഴിയിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന് അള്ളാഹുവോട് നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് സൂറത്തുൽ ഫാത്തിഹ. നോക്കൂ, ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മീനിങ് ഇങ്ങനെ ആലോചിച്ച് നോക്കൂ. ഔദു ബില്ല, ഇബ്ലീസ് ഔട്ട് അല്ലെ, ഇബ്ലീസിനെ പുറത്താക്കി. ബിസ്മില്ല, അള്ളാഹുവിൻ എന്റെ പേരിൽ തുടങ്ങാണ് ഫാത്തിഹ. ഒരു വലിയ കാര്യം ചോദിക്കാൻ വേണ്ടിയാ തുടങ്ങുന്നത്. വലിയ കാര്യം ചോദിക്കാൻ വേണ്ടി ഇബ്ലീസിനെ പിടിച്ച് പുറത്താക്കി. എന്നിട്ട് അള്ളാഹുവോട് പറയാം, ബിസ്മില്ല, അള്ളാഹു എന്റെ പേരിൽ തുടങ്ങാണ്. നീ റഹ്മാനാണ്, റഹീമായ അള്ളാഹുവാണ്, നീ റബ്ബാണ്, ഞങ്ങളുടെ മുഴുവനും റബ്ബാണ്. എന്നിട്ട് പറയാണ് അൽഹംദു, നിനക്ക് മാത്രമാണ് എവറിത്തിങ്, താങ്ക് യു അള്ളാഹ്, താങ്ക് യു താങ്ക് യു താങ്ക് യു അല്ലെ, ഓൾ പ്രൈസ് ബി ടു അള്ളാഹ് എന്ന് പറഞ്ഞിട്ട് അർ-റഹ്മാൻ റഹീം പിന്നെയും അള്ളാഹിനെ പുകഴ്ത്തി പറയാണ്, യു ആർ മെർസിഫുൾ ആൻഡ് മോസ്റ്റ് ഗ്രാഷ്യസ്, പരമ കാരുണികനും കരുണാനിധിയുമാണ് എന്ന് പറയാണ്. എന്നിട്ട് പറയാണ് മാലിക് യൗമിദ്ദീൻ, നീ പ്രതിഫല, ഡേ ഓഫ് ജഡ്ജ്മെന്റ്, അന്നത്തെ ലോകത്തെ എല്ലാവരും ഇങ്ങനെ തലകുമ്പിട്ട് നിൽക്കുമ്പോൾ നീ മാത്രമാണ് പവർഫുൾ എന്ന് പറഞ്ഞിട്ട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, മാത്രമല്ല ഞങ്ങൾ എന്ത് ഇബാദത്ത് ചെയ്യുകയാണെങ്കിലും അത് നിന്നോട് മാത്രം. അള്ളാഹു അല്ലാത്ത ഒരു വ്യക്തിയുടെ, ഒരു ശക്തിയുടെ, ഒരു ഖബറില് അല്ലെ ഒരു ബിംബത്തിന്റെ മുമ്പില്, അല്ലെങ്കിൽ എന്തൊരു പിന്നെ ഒരു എന്താ പറയുക, ഒരു മരത്തിന്റെ മുമ്പില് അല്ലെ ഒരു മനുഷ്യന്മാരുടെ മുമ്പില്, ആരുടെ മുമ്പിലും നമ്മൾ കുമ്പിടൂല, സുജൂദ് ചെയ്യൂല. എല്ലാ അള്ളാഹു ഇബാദത്തുകളും നിന്നിൽ മാത്രമേ അർപ്പിക്കൂ. എന്നിട്ട് ഇനി എന്തെങ്കിലും സഹായം ഞങ്ങൾക്ക് ആവശ്യം വന്നാൽ നിന്നോട് മാത്രമേ ചോദിക്കൂ, ഹസ്ബുൻ അല്ലാഹ് ഹസ്ബുൻ അല്ലാഹ്. ഇതൊക്കെ പറഞ്ഞിട്ട് പറയാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. എന്നിട്ട് നമ്മുടെ കാര്യം പറയാണ്. ഇനി നമ്മളെ കാര്യം പറയണം. ഇത്ര ഇൻട്രോ പറഞ്ഞ് ഇല്ലേ, ഉപ്പാന്റെ അടുത്ത് പോയിട്ടൊക്കെ ഇങ്ങനെയല്ലേ ഒരു കാര്യം പെട്ടെന്ന് സാധിച്ചെടുക്കാൻ വേണ്ടി. അതുപോലെ അള്ളാഹുവോട് ഇത്രയും പ്രൈസ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ കാര്യം പറയാണ്. അതുകൊണ്ട് പഠിച്ചവനെ, ഞാൻ ഗെയിം കളിക്കുന്ന ആളാണ്, അനീമ ചെയ്യുന്ന ആളാണ്, കുട്ടികൾ ഒരുപാട് ഫ്രണ്ട്സ് ഉള്ള ആളാണ്, പുറത്തു പോകുന്ന ആളാണ്, അങ്ങാടി പോകുന്ന ആളാണ്, നടക്കുന്ന ആളാണ്, അവിടെ പോകുന്നു ഇവിടെ പോകുന്നു. ഞങ്ങളൊക്കെ സിറാത്തുൽ മുസ്തഖീമിൽ ആക്കണേ പഠിച്ചവനെ, ശരിയാക്കണേ അല്ല, നന്നാക്കി തരണേ അല്ല, ശരിയായ വഴിയിലാക്കണേ അല്ല. ഇതാണ് ഇഹ്ദിന സിറാത്തുൽ ഇഹ്ദിന, ഞങ്ങളെ ഹിദായത്തിലാക്കണേ. ഇഹ്ദിന ഹിദായത്തിലാക്കണേ, ഞങ്ങളെ ശരിയായ സിറാത്തുൽ മുസ്തഖീമായ നന്മയുടെ വഴിയിലാക്കണേ. കഴിഞ്ഞിട്ടില്ല, സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ കണ്ടിന്യൂ ചെയ്യാം. കുറച്ചു നേരം ക്വസ്റ്റ്യൻ ആൻസറിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കും. ക്വസ്റ്റ്യൻ ആൻസർ സെഷന് തുടങ്ങുകയാണ്. അതിന്റെ മുമ്പ് ഞാൻ ദുആ ചെയ്ത് എൻഡ് ചെയ്യുക, എന്നിട്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചോദിക്കുക. കാരണം തിരക്കുള്ള ആരെങ്കിലും ഉണ്ട്, അവർക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരുമിച്ച് ചേർന്നത് അള്ളാഹുവെ സ്വാലിഹായ ഒരു അമലായി ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ അല്ലാഹ്. അള്ളാഹു ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് ഞങ്ങളുടെ വാക്കിലോ പ്രവൃത്തിയിലോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ, ദേഷ്യം, ഇമോഷൻസ്, പെരുമാറ്റം, ബിഹേവിയർ ഒക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അള്ളാഹുവെ അതൊക്കെ മാറ്റി നല്ല മനുഷ്യനാക്കണേ അല്ലാഹ്. ഞങ്ങളെ വാക്കുകൾ കൊണ്ട് കഴിഞ്ഞ കാലത്ത് ഞങ്ങൾ പറഞ്ഞത് ആർക്കെങ്കിലുമൊക്കെ പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഉണ്ടാവുമല്ലോ, നോർമലി ഉണ്ടാവും, അള്ളാഹുവെ അങ്ങനെയുള്ളതൊക്കെ പുറത്തു തരണേ അല്ലാഹ്. അള്ളാഹു ഇനിയുള്ള കാലത്ത് ഇനി അങ്ങോട്ട് മരിക്കുന്നവരെ നാവുകൊണ്ട് ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വർത്താനം പറയാത്ത രീതിയിൽ നല്ല വാക്ക് സംസാരിക്കുന്നവരാക്കി ഞങ്ങൾ എല്ലാവരെയും മാറ്റണേ അല്ലാഹ്. അള്ളാഹു ഞങ്ങൾക്ക് ഖുർആൻ പഠിക്കാനും മനപ്പാഠം ചെയ്യാനും ഹിഫ്ള് ചെയ്യാനും അത് മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. അള്ളാഹു ഞങ്ങളുടെ വീട്ടിലെ റഹ്മത്തും ബർക്കത്തും ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ നോമ്പ് സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ നിസ്കാരവും ഞങ്ങളുടെ ഇബാദത്തുകളും സ്വീകരിക്കണേ അല്ലാഹ്. അള്ളാഹു ഞങ്ങളുടെ നാടിനെ അനുഗ്രഹിക്കണേ അല്ലാഹ്. നാട്ടിലുള്ള എല്ലാ മനുഷ്യന്മാർക്കും ഹിദായത്ത് കൊടുക്കണേ അല്ലാഹ്. ഈ ലോകത്ത് മുഴുവൻ, ലോകത്തിന്റെ പല ഭാഗത്തും കഷ്ടപ്പെടുന്നവരുണ്ട്. ഈ റമദാനിലടക്കം ഫുഡില്ലാതെ, ഭക്ഷണം ഇല്ലാത്തതിന്റെ വിഷമവും ആ വേദന, ഇപ്പൊ നോമ്പ് തുറക്കാനുള്ള സമയം, ഇപ്പൊ എത്രത്തോളം നമ്മുടെ വിശപ്പ് വയറ്റിലുണ്ട്, ഇതിന്റെയൊക്കെ എത്ര ഇരട്ടി വിശപ്പായിരിക്കും ഭക്ഷണം ഇല്ലാത്ത ഒരാൾ. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കും. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പോലും എനിക്ക് പറ്റും തോന്നുന്നില്ല. ഈ ജനറേഷനിലുള്ള നിങ്ങൾക്ക് ദാരിദ്ര്യം എന്ന് പറഞ്ഞൊരു സംഭവത്തെ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റും നിങ്ങൾക്ക് തോന്നില്ല. ഇപ്പോഴുള്ള വിശപ്പ്, ഇന്ന് രാത്രി മുഴുവനും കൂടെ പട്ടിണി കടന്ന് നാളെ രാവിലെയും നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി തെരുവുകളിലൂടെ, അങ്ങാടിയിലൂടെ ഒരു സഞ്ചി എടുത്തിട്ട് ഈ എന്തെങ്കിലും വേസ്റ്റ്, ഈ സാധനങ്ങൾ നിന്നൊക്കെ പെറുക്കിയെടുത്ത് കൊണ്ടുപോയി വിറ്റിട്ട് അങ്ങാടിയിൽ പോയിട്ട് അതിന്ന് കിട്ടുന്ന 5-10 രൂപക്ക് അങ്ങാടിയിൽ പോയിട്ട് ഒരു പഴമോ എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിച്ച് ജീവിക്കുന്ന കോടിക്കണക്കിന് കുട്ടികളുള്ള രാജ്യത്തിന്റെ പേരാണ് ഇന്ത്യ എന്ന് പറഞ്ഞത്. നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ തന്നെയാണ്. ആ രാജ്യത്ത് നമ്മൾ ജീവിക്കുന്നത്, നല്ല ഭക്ഷണം കഴിച്ച് ഒരു പ്രശ്നമില്ല ജീവിക്കുന്നത്. അൽഹംദുലില്ലാ എന്ന് വെറുതെ പറഞ്ഞ നമ്മള്
അൽഹംദുലില്ലാ, അള്ളാഹു തന്ന വലിയ ഞാമത്തിലാണ്. അതിനാണ് നന്ദി കാണിക്കുന്നത്. അതിനാ നിസ്കരിക്കണം എന്ന് പറയുന്നത്, അതിനാ ഖുർആൻ ഓതണം എന്ന് പറയുന്നത്, അതിനാ നമ്മൾ നന്ദി കാണിക്കുന്നത്. അള്ളാഹുവെ, നന്ദിയുള്ളവരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അള്ളാഹുവെ, നീ തന്ന ഒരുപാട് ഞാമത്തുകളുണ്ട്. ഈ ഞാമത്തുകൾക്കൊക്കെ നന്ദി ചെയ്യുന്നവരാക്കി ഞങ്ങൾ മാറ്റണേ അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനാ സഗീറ. അല്ലാഹുമ്മ റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ വഅമലൻ മുതഖബ്ബല വറിസ്ഖൻ ഹലാലൻ ത്വയ്യിബ. അല്ലാഹുമ്മ റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ وعملا متقبلا ورزقا حلالا طيبا. اللهم ربنا تقبل منا يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. السلام عليكم ورحمة الله.